നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പുകൾക്ക് ശേഷം ഗൾഫ് രാഷ്ട്രങ്ങളാകെ ഉണരുകയാണ്. ദുബായ് എക്സ്പോ 2020 അവസാനിച്ചതിന് ശേഷം ഗൾഫ് രാഷ്ട്രങ്ങളെ കാത്തിരിക്കുന്നത് അത്യുന്നതമായ ഒരു ലോകകപ്പ് തന്നെ. അതെ, ഫിഫ ലോകകപ്പിനെത്തുന്ന ആരാധകരെ നിരാശപ്പെടുത്താതെ ഖത്തർ താമസിക്കാൻ കാരവൻ വില്ലേജും ഒരുങ്ങുകയാണ്. കൂടുതൽ വൈവിധ്യമായ താമസ സൗകര്യമൊരുക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയുടെ ഹൌസിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഒമർ അബ്ദുൾ റഹ്മാൻ അൽ ജാബർ വ്യക്തമാക്കി. ലോകകപ്പ് അടുത്തതോടെ തന്നെ പാർപ്പിട കേന്ദ്രങ്ങൾ ഹോട്ടലുകളായി മാറ്റുന്നതിനുള്ള ജോലികളും അതിവേഗ പാതയിൽ പുരോഗമിക്കുന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 3 മുതൽ 5 സ്റ്റാർ വിഭാഗമായി ഇവയെ വിഭജിക്കുന്നതായിരിക്കും. കൂടാതെ ബർവ വില്ലേജ്, കപ്പൽ ഹോട്ടലുകൾ തുടങ്ങിയ പദ്ധതികളിലൂടെ കാണികൾക്കായി കൂടുതൽ താമസ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നടപടികളിലാണ് സുപ്രീം കമ്മിറ്റി. ഇരു പദ്ധതികളിലുമായി 95,000-ലധികം ആളുകൾക്ക് താമസിക്കാമെന്നാണ് കണക്കാക്കുന്നത്. ആദ്യം കപ്പൽ ഹോട്ടലിലെ ഉദ്ഘാടനം നവംബർ 13-നാണ്. ആഡംബര കപ്പലിലെ ഫ്ലോട്ടിംഗ് ഹോട്ടലുകളിൽ മുറികൾ ബുക്ക് ചെയ്യുന്നതിനായി ആവശ്യക്കാർ ഏറെയാണ്. കാണികൾക്കുള്ള താമസ സൗകര്യങ്ങളുടെ പുതിയ വിവരങ്ങൾ ഹയായ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വരും ആഴ്ചകളിലായി കൂടുതൽ താമസ സൗകര്യങ്ങൾ ലഭ്യമാകുമെന്നും അൽ ജാബർ വ്യക്തമാക്കി. MSCയുടെ പേസയും വേൾഡ് യൂറോപ്പയുമാണ് ലോകകപ്പ് കാണികൾക്ക് താമസമൊരുക്കുന്ന ആഡംബര കപ്പലുകൾ. ദോഹയുടെ ഗ്രാൻഡ് ടെർമിനൽ ഇവ സ്ഥിരമായി നങ്കൂരമിടും. ക്യാബിൻ പരമ്പരാഗത ശൈലികളിലുള്ളത് മുതൽ ആഡംബര സ്യൂട്ടുകൾ വരെ കപ്പൽ ഹോട്ടലുകൾ ഉണ്ടാകും. വിനോദം, ഭക്ഷണ പാനീയങ്ങൾ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയവയാണിത്. ഹോട്ടലുകൾ, അപ്പാർട്ട്മെന്റുകൾ, കപ്പലുകൾ, അറേബ്യൻ ടെന്റുകൾ, ഫാൻസ് വില്ലേജുകൾ തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള താമസ സൗകര്യങ്ങളാണ് കാണികൾക്കായി ഖത്തർ ക്രമീകരിച്ചിരിക്കുന്നത്. നവംബർ 21 മുതൽ ഡിസംബർ 18 വരെയാണ് ഖത്തറിന്റെ 8 സ്റ്റേഡിയങ്ങളിലായി ഫിഫ ലോകകപ്പ് നടക്കുന്നത്. 15 ലക്ഷം കാണികളെയാണ് ഖത്തർ ഇതിനോടകം തന്നെ പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളാണ് ഖത്തറിൽ നടന്നു വരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.